ഹായ് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. NMOS ആപ്പിൻ്റെ പുതിയ വെർഷനായ 3.1.3 എന്ന് പറയുന്ന ഒരു വെർഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിൽ ആ NMOS ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പലർക്കും അപ്ലോഡ്, അതായത് മസ്റ്റോൾ ഫില്ല് ചെയ്ത് ഫോട്ടോ എടുത്ത് സേവ് ചെയ്തതിന് ശേഷം അപ്ലോഡ് ആവാത്ത പ്രശ്നമുണ്ട്. അപ്ലോഡ് ആകുമ്പോൾ ബാക്ക് അടിഞ്ഞ് പോവുകയാണ്. അപ്പോൾ നിലവിൽ ഈ ഇഷ്യൂ പരിഹരിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ടെന്നാണ് അറിയിച്ചത്. ആയത് പഴയ ആപ്പിൽ, അതായത് നിലവിൽ 3.1.0 എന്ന് പറയുന്ന ആപ്പായിരുന്നു എല്ലാവരുടെ ഫോണിലും ഉണ്ടായിരുന്നത്. അത് അപ്ഡേറ്റ് ചെയ്യാനായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ അതിൽ കിട്ടാത്ത സ്ഥിതിക്ക് നിലവിലുള്ള ആപ്പിൽ തന്നെ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിലവിൽ പ്ലേ സ്റ്റോറിൽ അല്ലാണ്ട് എങ്ങനെ പഴയ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങളുടെ ഫോണിൽ ഗൂഗിൾ എടുക്കുക, NREGA എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. അപ്പോൾ കാണുന്ന ഫസ്റ്റ് വരുന്ന NREGA എന്ന് പറയുന്ന ഒഫീഷ്യൽ പേജായ NREGAസിൻ്റെ ഒഫീഷ്യൽ പേജിലേക്കാണ് കയറുക. അത് ഓപ്പൺ ആവുക. അതിൽ നിങ്ങളുടെ 3 ഡോട്ട് കാണില്ല ഏറ്റവും ടോപ്പിൽ, അതിൽ ക്ലിക്ക് ചെയ്യുക. കുറച്ച് താഴോട്ടാക്കിയ ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന് പറയുന്നത് ഓപ്പൺ ആക്കി വെക്കുക. ഡെസ്ക്ടോപ്പ് സൈറ്റ് ആയാൽ മാത്രമേ അത് ഡൗൺലോഡ് ആകാൻ പറ്റുള്ളൂ. അതിൽ മൊബൈൽ ആപ്സ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക. അതിൽ NMOS ആപ്പ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്താൽ NMOS ആപ്പ് നിങ്ങളുടെ ഫോണിൽ ഡൗൺലോഡ് ആവുന്നതാണ്. അപ്പോൾ ഡൗൺലോഡ് ഇത് ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഡൗൺലോഡ് ചോദിക്കുന്നത്. ഓൾറെഡി ഡൗൺലോഡഡ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഡൗൺലോഡ് എഗെയിൻ കാണിച്ചു, ഡൗൺലോഡ് കൊടുത്തു. NMOS എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഡൗൺലോഡ്സ് ചോദിക്കും. ഡൗൺലോഡ് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അതിൽ പാക്കേജ് ഇൻസ്റ്റാളർ, ഇത് പല ഫോണിൽ പല രീതിയിലാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണ് ചോദിക്കുന്നത് വെച്ചാൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് പാക്കേജ് ഡൗൺലോഡ് എടുത്ത് അത് എല്ലാ ഫോണിലും ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ആവും. അതിന് ശേഷം ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്താൽ ഓപ്പൺ അടിക്കുക. ഓപ്പൺ ഒന്നുകൂടി കൊടുക്കുക. ആയതിനു ശേഷം നിങ്ങളുടെ യൂസർ നെയിമും ലാംഗ്വേജ് ആണ് ഫസ്റ്റ് ചോദിക്കുന്നത്. ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളെ യൂസർ നെയിമും പാസ്വേഡും അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫോണിൽ ഉള്ള നിങ്ങൾക്കറിയാവുന്ന യൂസർ നെയിമും പാസ്വേഡും അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്തതിന് ശേഷം ലോഗിൻ അടിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വരുന്നതാണ്. OTP ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മുന്നേ ആയിട്ട് തന്നെ ഇതിൽ ചോദിച്ചില്ല, കുറച്ച് പെർമിഷൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഓൾവേസ് അലോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് വരുന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതിൽ ചോദിക്കാത്തത് കൊണ്ടാണ് ചെയ്യാതിരുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് മസ്റ്റോൾ ഡൗൺലോഡ് ചെയ്ത് ഫിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതേമാതിരി തന്നെ പെർമിഷനൊന്നും അലോ ചെയ്തിട്ടില്ലെങ്കിൽ ആ ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ല. ആ സമയത്ത് സെറ്റിങ്സിൽ ആപ്സ് എടുക്കുക. ആപ്പ് സെലക്ട് ചെയ്താൽ നമ്മുടെ ഫോണിലുള്ള എല്ലാ ആപ്പുകളും വരുന്നതാണ്. അത് പല ഫോണിൽ പല ടൈപ്പാണ് വരുന്നത്. അപ്പോൾ ആപ്പ് സെലക്ട് ചെയ്താൽ ആപ്പ് മാനേജ്മെൻറ്റ് സെലക്ട് ചെയ്യുക. അതിൽ നിങ്ങളുടെ ഫോണിൽ നമ്മുടെ ഈ മൊബൈൽ മോണിറ്ററിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ആപ്പ് സെലക്ട് ചെയ്യുക. നമ്മുടെ ഫോണിലുള്ള എല്ലാ ആപ്പുകളും അവിടെ വരുന്നതാണ്. അതിൽ മൊബൈൽ മോണിറ്ററിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുക. സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മൊബൈൽ മോണിറ്ററിംഗ് അടിച്ചാൽ ഓട്ടോമാറ്റിക്കലി അവിടെ വരുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അതിൽ പെർമിഷൻ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നോട്ട് അലൗഡ് കണ്ടില്ല, അതിൽ ക്യാമറ നമുക്ക് ഫോട്ടോ എടുക്കേണ്ടതാണ്. അപ്പോൾ ക്യാമറ അലോ കൊടുക്കുക. അതേമാതിരി നമ്മുടെ ലൊക്കേഷനും അലോ ഓൺലി വൈൽ യൂസിങ് ദ ആപ്പ്. ഈ ആപ്പ് ഉപയോഗിക്കുമ്പോൾ എല്ലാ ടൈമിനും അത് അലോ ആയിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ പെർമിഷനും അലോ ചെയ്ത് കൊടുക്കുക. നോട്ടിഫിക്കേഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് രണ്ടും മാത്രം ചെയ്താൽ മതി. അതിന് ശേഷം നിങ്ങൾ ബാക്ക് അടിച്ചിട്ട് 1.3 എന്ന് പറയുന്ന ആപ്പ് ഇപ്പം നിലവിൽ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. അത് വർക്കില്ല എന്നാണ്, അപ്ലോഡിങ് ഇഷ്യൂ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് ഇഷ്യൂ എന്നുള്ള നിലവിൽ അറിയിച്ചിട്ടൊന്നുമില്ല ആരും. അപ്പോൾ എന്താണോ ആ പ്രശ്നം എന്ന് വെച്ചാൽ പരിഹരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഈ പഴയ ആപ്പിൽ തന്നെ നമ്മൾ ചെയ്യാനാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും അതായത് ഏകദേശം ഈ 9 മണി, അതായത് ടൈമിന് തന്നെ 4 മണി to 5 മണി വരെ സെക്കൻഡ് ഫോട്ടോ എടുക്കുക, 9 മണി മുതൽ 10 മണി വരെ ഫസ്റ്റ് ഫോട്ടോ എടുക്കുക എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ നിലവിൽ അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു. തുടർന്ന് തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങൾ ഗ്രൂപ്പിലൊക്കെ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക.